ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. മൊബൈൽ നമ്പർ 8139062370. ഇന്ന് ഞാനൊരു പ്രഭാഷണം നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. വിഷയം അധ്യാപകരോ സെലിബ്രിറ്റികളോ ആരാണ് വലുതെന്നറിയാമോ? നമുക്ക് അധ്യാപകരുടെ പഠന രീതിയും സെലിബ്രിറ്റികൾ എങ്ങനെ കുട്ടികളുടെ മനസ്സിൽ കയറിപ്പറ്റുന്നു എന്ന രീതിയെയും കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്നതിനായി ശ്രമിക്കാം. അധ്യാപകർ കുട്ടികൾക്കായി മൂല്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അവരുടെ ബുദ്ധിയിൽ മൂല്യങ്ങൾ നിറച്ച് നല്ല രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നവരാണ്. മൂല്യമുള്ള കാര്യങ്ങളാണ് അധ്യാപകർ കുട്ടികൾക്കായി പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ മൂല്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി അത് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്കെത്തും എന്ന് പല പ്രഗത്ഭന്മാരും പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. മൂല്യമുള്ളത് കേൾക്കുന്നതിന് ഒരു ക്ഷമ ആവശ്യമാണ്. എന്നാൽ സിനിമ, സീരിയൽ, മിമിക്രിക്കാരൊന്നും കുട്ടികൾക്ക് മൂല്യമുള്ള കാര്യങ്ങളല്ല പറഞ്ഞു കൊടുക്കുന്നത്. അവർ പറഞ്ഞ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ പെട്ടെന്ന് സ്ഥാനം പിടിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തരം സെലിബ്രിറ്റികളെയാണ് അവർ ആരാധ്യ പുരുഷന്മാരായി കാണുന്നത്. അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായി കുട്ടികളെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തത്തക്ക രീതിയിൽ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ സിനിമാ മേഖലയിലും സീരിയൽ മേഖലയിലും മിമിക്രി മേഖലയിലും ഉള്ള വ്യക്തികൾ കുട്ടികളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നത്. താൽക്കാലിക സുഖം നൽകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവർ കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇവർ ഒരു സിനിമ അഭിനയിക്കുകയോ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തുകയോ ചെയ്യുമ്പോൾ
കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരെ നിർബന്ധിച്ച് ഇത്തരം പ്രോഗ്രാമിന് കൊണ്ടുവരണം എന്ന ലക്ഷ്യത്തോടുകൂടി കുട്ടികൾക്ക് മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മൂല്യം കുറച്ച് അവരെ സ്റ്റേജ് പ്രോഗ്രാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയാക്കി മാറ്റുന്നതിന് ഇത്തരക്കാർ ശ്രമിക്കും എന്നുള്ളത് സത്യമാണ്. ഒരു എഴുത്തുകാരന് സാഹിത്യ അക്കാദമി നൽകിയ തുക വളരെ കുറഞ്ഞുപോയി എന്ന് എഴുത്തുകാരൻ തന്നെ പറയുമ്പോൾ അത്തരം കാര്യങ്ങളിലെ സത്യാവസ്ഥയാണ് മനസ്സിലാക്കേണ്ടത്. എഴുത്തുകാർ പറയുന്ന മൂല്യമുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. സിനിമാ മേഖലയിലുള്ള വ്യക്തികൾക്കോ അവർ ലക്ഷക്കണക്കിന് കാശ് കൊടുത്തുകൊണ്ടാണ് സിനിമാ മേഖലയിലെ ആൾക്കാരെ ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരുന്നതും അങ്ങനെ കുട്ടികളുടെ മനസ്സിൽ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ കയറ്റി കുട്ടികളെ ഒന്നുമല്ലാത്തവരാക്കുന്നവരാണ് ഇത്തരക്കാർ. എന്നാൽ ഒരു അധ്യാപകൻ്റെ ജോലി അത് അല്ല. കുട്ടികൾക്ക് മൂല്യം കൂടിയ കാര്യങ്ങളാണ് അധ്യാപകന് എല്ലായ്പ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അവരുടെ ബുദ്ധിയെ വികസിപ്പിച്ചിട്ടാണ് അധ്യാപകർ മൂല്യമുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ ചിന്താശക്തിയുള്ളവരാക്കിയും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായി ശ്രമിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ ചെയ്യുന്ന ആ ജോലി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അങ്ങനെയുള്ള അധ്യാപകരുടെ പിന്നിൽ അണിനിരക്കാതെ മൂല്യം കുറഞ്ഞ കാര്യങ്ങൾ പറയുന്ന മീഡിയ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവരെയും അതേപോലെ തന്നെ സീരിയൽ മിമിക്രി മേഖലയിലുള്ളവരെയും എടുത്ത് പറയുകയാണെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മൂല്യമുള്ള കാര്യങ്ങളല്ല അവർ പറയുന്നത്. അത് കുട്ടികൾ പെട്ടെന്ന് സ്വീകരിക്കുന്നു. കാരണം വേണ്ട. എന്നാൽ അധ്യാപകരോ മൂല്യം കൂടിയ കാര്യങ്ങളാണ് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. അങ്ങനെ മൂല്യം കൂടിയ കാര്യങ്ങൾ കുട്ടികൾക്കായി മനസ്സിലാക്കി കൊടുക്കുന്ന വളരെ ദുഷ്കരമായ പ്രവർത്തനം ആണ് അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അധ്യാപകർ ചെയ്യുന്ന ജോലിയാണ് യഥാർത്ഥത്തിൽ കുട്ടികളെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് അധ്യാപകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ മേഖല ഇവിടെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും വിദ്യാഭ്യാസ മേഖല മുന്നിലേക്ക് തന്നെ പോകുന്നതാണ്.
കേരളത്തിലെ അധ്യാപകർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെയധികം മൂല്യം കൂടിയ അധ്യാപകർ കേരളത്തിലുണ്ട്. അവർ സ്കൂൾ തലത്തിൽ വേണ്ട തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകി കുട്ടികളെ വളർത്തുകയാണെങ്കിൽ അടുത്ത ഭാവിയിൽ നല്ല സമസ്ത സുന്ദരമായ കേരളം നമുക്ക് ഉണ്ടാവുന്നത് ആണ്. വിദ്യാഭ്യാസം ഒരിക്കലും ഒരു കച്ചവടം അല്ല. അതിനെ കച്ചവടമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് കൂടുതൽ കുട്ടികളെ ആകർഷകമാക്കുന്നതിന് ഇത്തരം സെലിബ്രിറ്റികളെ കൊണ്ടുവന്ന് കുട്ടികളെ ആകർഷിച്ച് ചില തൽപര വ്യക്തികൾ തൻ്റെ കാര്യങ്ങൾ സാധിക്കുന്നത്. ആയതിനാൽ ഈ വരുന്നതായിട്ടുള്ള അധ്യയന വർഷത്തിൽ അധ്യാപകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് കുട്ടികളെ വളർത്തുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള കുട്ടികളുടെ പല തെറ്റായ പ്രവണതകളും നമുക്ക് ഇല്ലാതാക്കാനായി കഴിയും. കൂടാതെ സ്കൂൾ എന്ന് പറയുന്നത് ഒരു ഭോജനശാലയല്ല. മുട്ടയും പാലും അതുപോലെ തന്നെ ബിരിയാണിയും കൊടുത്ത് കുട്ടികളെ വളർത്തണം എന്ന് ഉണ്ടെങ്കിൽ അതിന് അനുസരിച്ച ഒരു തുക ഗവൺമെൻറ്റിൽ നിന്ന് തന്നെ കിട്ടേണ്ടത് അനിവാര്യമാണ്. പ്രധാന അധ്യാപകരുടെ തലയിൽ ഈ ഭാരമേറ്റിക്കൊണ്ട് അവർക്ക് താങ്ങാൻ കഴിയാത്ത അത്ര രൂപത്തിൽ ഈ ഒരു സംവിധാനം യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുകൊണ്ട് ഒരു ഭോജനശാലയാക്കി മാറ്റാനല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. കുട്ടികളെ മൂല്യമുള്ളവരാക്കി വളർത്തി ഉന്നതിയിലേക്ക് എത്തിക്കുകയാണ് ഒരു വിദ്യാഭ്യാസ സമൂഹത്തിൻ്റെ ലക്ഷ്യം. ആയതിനാൽ ഈ ഒരു വർഷമെങ്കിലും മൂല്യമായ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനായി അധ്യാപകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു പുതുവർഷം ആരംഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു സമൂഹം കാംക്ഷിക്കുന്ന 40 വർഷത്തോളം അധ്യാപനം നടത്തിയ ഒരു അധ്യാപകൻ്റെ എളിമയായ ഒരു അഭ്യർത്ഥനയാണ് ഇത്. എല്ലാവരും അത് കൈക്കൊള്ളുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.